ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കുറേ നാളായി ഞാനിപ്പോൾ വന്നിട്ട് ഒരു ചെറിയ ചെറിയ വീഡിയോസൊക്കെ ചെയ്യണം. അത് എൻ്റെ കൂട്ടുകാരെയൊക്കെ അറിയിക്കണം. മറ്റേത് കൂട്ടുകാരെയൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പം പെൻഷനായി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കത് പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ ആയിട്ട് വരും. ഒരു ദിവസം കൊച്ചു യാത്രകളിലൊക്കെ ആയിരുന്നു. കൊച്ചു കൊച്ചു യാത്രകളായിരുന്നു. അത് കൊണ്ട് ഒന്ന് മടിച്ചു. ഇന്ന് ഞാനിപ്പോൾ ഒന്ന് ട്യൂഷൻ പഠിപ്പിക്കാൻ പോയിട്ട് വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്കൊന്ന് കയറി. അതായത് ജനിച്ച വീട്ടിലേക്ക് കയറിയപ്പോൾ അവിടെ കുടംപുളിയുണ്ട്. കുടംപുളി പറിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുടംപുളി കാണുമ്പോൾ അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു കുടംപുളി ഞാൻ വേഗം എടുത്തു. അപ്പോൾ എന്താണെന്ന് അറിയില്ല, ഈ കുടംപുളി എന്താണെന്ന് ചിലർക്കൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ വടക്കൻ ജില്ലയിൽ, പാലക്കാട് ജില്ലയിൽ എൻ്റെ സുഹൃത്തുക്കൾ ധാരാളമുണ്ട്. കാരണം ഞാൻ അവിടെയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നതും കൂടുതൽ വർഷങ്ങളും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരിക്കൽ ഞാൻ പാലക്കാട് പോയപ്പോൾ ഞാൻ താമസിച്ച വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ അവർക്ക് ഞാൻ കൊണ്ട് കൊടുത്തതാണിത്. എന്നാലും ഞാനൊന്ന് കാണിക്കാം. ഇതാണ് കുടംപുളി. കണ്ടോ, എത്ര സുന്ദരമായ പുളിയാണെന്ന് നോക്കിക്കേ. പുളി കണ്ടോ, നല്ല പുളിയാണ്. കണ്ടോ, ഇതിങ്ങനെ എത്ര ഭയങ്കര ഗുണമുള്ളതാണിത് പുളി കേട്ടോ. ഈ പുളി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇങ്ങനെ പൊട്ടിച്ച് നമുക്ക് കഴിക്കാം. ഒന്ന് അമക്കി കൊടുത്താൽ മതി. ഇതിങ്ങനെ വെച്ച് അമർത്തുമ്പോൾ അതിൻ്റെ നീരൊക്കെ ചാടി, അതിൻ്റെ നീരൊക്കെ ചാടിയിട്ടുണ്ട്. ഇങ്ങനെ എടുത്ത് തരണമുണ്ട്. അത് ഈ ഒരു ഭാഗം കിട്ടി. പക്ഷെ ഇത് കറക്റ്റായിട്ടാണ് വരേണ്ടത്. പക്ഷെ എൻ്റെ പൊട്ടിക്കലത്ര ഇത് ശരിയായില്ല. അപ്പം അതിങ്ങനെ അടർത്തി ഇങ്ങനെ കൊണ്ടുവരും. താഴെ പോകുമോ എന്നുള്ളൊരു പേടിയാണ്. ഇപ്പം തന്നെ വായിന്ന് വെള്ളം ഊറുന്നുണ്ട്. ഇത് കണ്ടോ, ഇതിനകത്തൊരു കുറച്ച് അരികളും കണ്ട. ഇത് പക്ഷേ ഇളകി വരുന്നതിന് ഇതിനകത്തുനിന്ന് ഞാൻ കാണിച്ചുതരാം. ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് നമുക്കെടുത്ത് കഴിക്കാം. ഇതിൻ്റെ ഒരു അല്ലിയാണ്. ഇതിനകത്ത് മുഴുവൻ കളിയായിട്ടാണ് ഇരിക്കുന്നത്, ഇതിൻ്റെ പുറം. പക്ഷെ ഇതിൻ്റെ ഉള്ളിലൊരു അരിയുണ്ട്. പക്ഷെ നമുക്കതിങ്ങനെ കഴിച്ച് അയ്യോ, അതങ്ങ് ഇറങ്ങിപ്പോയതുകൊണ്ട് കുഴപ്പമില്ല. അത് നല്ലതാണ്. ഒന്നുകൂടി ഞാൻ കഴിക്കട്ടെ. ഇതും കണ്ടോ, ഇതാണ്. അതും ഇറങ്ങിപ്പോയി. ഇനി ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നല്ല ഒരു നീര് വരുന്നുണ്ട്. ആ നീര് നമുക്കിങ്ങനെ കുടിക്കാം. അപ്പം ഇതിൻ്റെ തോടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം കാണണ്ടേ, ഇതാണ്. അപ്പം ബാക്കി ഭാഗം എടുക്കണമെങ്കിൽ ഇത് കണ്ട, ഇതിന് പിടിച്ചെടുക്കാൻ പറ്റുന്ന പോലെ ഇങ്ങനൊരു കുരാണ്. അപ്പം നമ്മളത് കഴിക്കണമെങ്കിൽ ഇങ്ങനെ അയ്യോ, അതും ഇറങ്ങിപ്പോയി. മതി, ഇനി കൂടുതൽ ഇറക്കാൻ എനിക്ക് ഇത്രയും മതി. അപ്പോൾ ഇത് നമുക്കിങ്ങനെ 1-2 കുരുവൊക്കെ കഴിക്കാം, അതുകൊണ്ടൊരു കുഴപ്പമില്ല. പക്ഷേ ഇതെല്ലാം നമുക്ക് വായിലിട്ടിട്ട് ഈ കളി ഇങ്ങനെ നന്നായിട്ട് നുണഞ്ഞിറക്കിയതിന് ശേഷം കുരുവായിട്ട് കുറച്ച് കളയാൻ പറ്റും. ഇതെല്ലാം ഇങ്ങനെ കളയുക. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഷഡ്രസങ്ങളെന്നൊക്കെ പറയാം. ആയുർവേദത്തിലും സംസ്കൃതത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രൂട്ടാണിത്. ഇതിന് ഈ മധ്യ കേരളം തൊട്ട്, അതായത് കേരളത്തിൽ പറയുന്നതിന് കുടംപുളി എന്നാണ് പറയുന്നത്. ഈ കുടംപുളി ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മുടെ പ്രധാനമായിട്ട് ഇതിനകത്ത് മീൻ കറി വയ്ക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം അതായത് ഫിഷ് കറി, എല്ലാ മീൻ കറിയിലും ഈ കുടംപുളി ഇട്ട് വയ്ക്കുക. കുടംപുളി, അതിനൊരു പാട്ട് തന്നെ ഉണ്ട്, മലയാള സിനിമയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്,
കുടംപുളിയിട്ടു വെച്ച കറിയുണ്ട്. ഇങ്ങനെ പാട്ടുണ്ടല്ലേ. അപ്പോൾ കുടംപുളി ഇട്ട് വെച്ച കറിയുണ്ട്, മീൻ കറി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ പുളിയിട്ട് കറി വയ്ക്കാം. പിന്നെ ഇതിപ്പോൾ പഴുത്ത പുളിയല്ലേ, ഇത് പക്ഷെ ഉണക്കി ആണിത് കറിയിലിടേണ്ടത്. ഉണക്കുക എന്ന് വെച്ചാൽ ഇത് കുറച്ച് പ്രോസസ്സുണ്ട്, അതെല്ലാം ചെയ്താലേ ഈ പുളി നന്നായി ഉണങ്ങി കിട്ടുള്ളൂ. ഇനി ഇങ്ങനെ ഇത് വെക്കണമെങ്കിൽ നമുക്കിത് 2-3 കഷ്ണങ്ങളാക്കിയിട്ട് രസം വയ്ക്കാം. നമുക്ക് സാമ്പാറിലൊക്കെ ഇടാം. രസം വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ എല്ലാവരും കുടംപുളി കണ്ടല്ലോ. ഇനി ഇത് ഉണക്കിയിട്ടുള്ള ആ ഒരു സമയം വരുമ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ബൈ.